ഉത്രാട ദിനമായ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാഴ്ചക്കുല സമർപ്പണം നടന്നു. ശിവേലിക്ക് ശേഷം മേൽശാന്തി തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂതിരിയാണ് ആദ്യ കാഴ്ചക്കുല സമർപ്പിച്ചത്. കാഴ്ചക്കുല സമർപ്പണത്തിനായി നിരവധി ഭക്തരാണ് ഇന്നലെ രാത്രി മുതൽ ഗുരുഭവനപുരിയിലെത്തി കാത്തിരിക്കുന്നത്. ഗുരുവായൂർ കണ്ണന് മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥനയാൽ സമർപ്പിക്കാൻ നേന്ത്രക്കുലകളും തോളിലേന്തി പ്രായഭേദമന്യേ ഗുരുഭവനപുരിയിലേക്ക് ഒഴുകിയത് നൂറുകണക്കിന് ഭക്തരാണ്. രാവിലെ ഉത്രാട ശീവേലിക്ക് ശേഷമാണ് ഉത്രാടം കാഴ്ചക്കുല സമർപ്പണം നടന്നത്. ക്ഷേത്രത്തിലെ സ്വർണ്ണ കൊടിമര ചുവട്ടിൽ ക്ഷേത്ര മേൽശാന്തി തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂതിരി ആദ്യ കുല സമർപ്പിച്ചതോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ, BJP ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രൻ അടക്കം നിരവധി പ്രമുഖർ കാഴ്ചക്കുല സമർപ്പണത്തിൽ പങ്കാളികളായി. ഉത്രാട ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചതിൽ അതിയായ സന്തോഷമെന്ന് ഇരുവരും പ്രതികരിച്ചു. സാധിക്കുന്ന വർഷങ്ങളിലെല്ലാം ഭഗവാന് ഉത്രാടക്കുല സമർപ്പിക്കാറുണ്ട്. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ, സമൃദ്ധി ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചു, ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു. ദേവസ്വം വകുപ്പ് ലഭിക്കാനും അതനുസരിച്ച് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ കാഴ്ചക്കുല സമർപ്പിക്കാനും കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും ഒരു പുണ്യകർമ്മമായിട്ട് ഞാൻ കാണുകയാണ്. അതുകൊണ്ട് അതോടൊപ്പം തന്നെ എല്ലാ മലയാളികൾക്കും ഉത്രാട തിരുവോണ ആശംസകളും നേരുന്നു. തിരുവോണ ദിവസമായ നാളെ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ച ശീവേലിയും മേളവും ഉണ്ടാകും. പുലർച്ചെ 4:30-ക്കാണ് ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം നടക്കുന്നത്. ക്ഷേത്രം ഊരാളൻ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ആദ്യം ഓണപ്പുടവ സമർപ്പിക്കും. തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഭക്തരും ഓണപ്പുടവ സമർപ്പിക്കും. ഉഷപൂജ വരെ ഭക്തർക്ക് ഓണപ്പുടവ സമർപ്പിക്കാനുള്ള സൗകര്യമുണ്ടാകും. തിരുവോണത്തിന് 10,000 പേർക്കുള്ള വിശേഷാൽ പ്രസാദ ഊട്ടും ക്ഷേത്രത്തിലുണ്ടാകും. ജനം, തൃശൂർ.